കൂട്ടുകാരെ, നമുക്കിന്ന് ഞാവൽപ്പഴത്തിനെ പറ്റി പഠിച്ചാലോ? ഞാവൽപ്പഴം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അത് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയും അതുവഴി ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവ ടൈപ്പ് 2 ഡയബറ്റീസ് വരാതിരിക്കാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. അത് കണക്കിന് നമ്മൾ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. അത് കണക്കിന് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും കേട്ടോ. ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് കേട്ട ഉടനെ നിങ്ങൾ പോയി അധികമായി കഴിക്കാൻ നിൽക്കരുത്. ഇത് ആവശ്യത്തിന് കഴിക്കാൻ നോക്കുക കേട്ടോ. ഒരു അര കപ്പോ അല്ലെങ്കിൽ ഒരു കപ്പോ നമ്മൾ കഴിക്കാൻ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 75 ഗ്രാം അല്ലെങ്കിൽ ഒരു 150 ഗ്രാം അത്രയേ കഴിക്കാവൂ. അതിൽ കൂടുതൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ മലബന്ധം, ഗ്യാസിന്റെ പ്രോബ്ലം, വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം വരാം ചില ആൾക്കാർക്ക് കേട്ടോ. അത് കണക്കിന് ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് കുറയും, നമ്മൾ തലയിറങ്ങി വീഴാനോ വേറെ ബുദ്ധിമുട്ടുകൾ വരാനും ചാൻസ് ഉണ്ട്. അപ്പം ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് ഒരു 2-3 എണ്ണം കഴിക്കാൻ നോക്കുക, നിർത്തുക കേട്ടോ. അതുകൊണ്ട് ഏത് നല്ല സാധനങ്ങൾ നമ്മൾ കേട്ടാലും ഉടനെ അത് വാരി വലിച്ച് തിന്നാതെ എല്ലാം ആവശ്യത്തിന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ്. അമൃതമായാലും നമ്മൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ അത് ദോഷമായിട്ട് മാറും. അതുകൊണ്ട് സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.